നമസ്കാരം, ഇലക്ട്രോണിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. AICTE അംഗീകാരമുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിലോ പോളിടെക്നിക് കോളേജുകളിലോ ഒന്നാം വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നൽകുന്ന യശസ്വി സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളതിലേക്ക് ഓൺലൈനായിട്ട് 2025 ഫെബ്രുവരി 15-നകം അപേക്ഷ നൽകാനായിട്ട് കഴിയും. ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. അതുപോലെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഇനിയും ലഭിക്കാൻ നിങ്ങൾ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ കൂടി ചെയ്യണം. നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AICTE ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഒന്നാം വർഷം പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന സ്കോളർഷിപ്പാണ് യശസ്വി സ്കോളർഷിപ്പ് എന്നുള്ളത്. അതുപോലെ പോളിടെക്നിക് കോളേജുകളിലും ഒന്നാം വർഷം പ്രവേശനം നേടിയ AICTE അംഗീകാരമുള്ള കോളേജുകളിലെ കുട്ടികൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ ലാറ്ററൽ എൻട്രി സ്കീം വഴി പ്രവേശനം നേടിയവരാണ് രണ്ടാം വർഷം പ്രവേശനം നേടിയവർക്കും അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം മനസ്സിലാക്കുക. അത് പോളിടെക്നിക്കിലും അതുപോലെ എഞ്ചിനീയറിംഗ് കോളേജിലും ലാറ്ററൽ എൻട്രി സ്കീം വഴി ചേർന്നവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ആകെ 5200 സ്കോളർഷിപ്പുകളാണുള്ളത്. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 2593 സ്കോളർഷിപ്പുകളും ഡിപ്ലോമ സ്ട്രീമിൽ 2607 സ്കോളർഷിപ്പുകൾ ഉൾപ്പെടെ ആകെ 5200 സ്കോളർഷിപ്പുകളാണ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ളത്. കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ 74 കുട്ടികൾക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. ഡിപ്ലോമ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാം വർഷം പഠിക്കുന്ന കേരളത്തിലെ 55 കുട്ടികൾക്ക് ഈ സ്കോളർഷിപ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അപേക്ഷിക്കാനുള്ള താല്പര്യമുള്ളവരെല്ലാം അപേക്ഷിക്കുന്നവരുടെ കുടുംബ വാർഷിക വരുമാനം പ്രതിവർഷം 8 ലക്ഷം രൂപയിൽ കുറവായിരിക്കണം എന്ന കണ്ടീഷൻ ഉണ്ടെന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് മറ്റ് കണ്ടീഷൻ പറയുകയാണെങ്കിൽ AICTE അംഗീകാരമുള്ള എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷം പ്രവേശനം നേടിയവരായിരിക്കണം. അവരുടെ +2 മാർക്ക് അടിസ്ഥാനമാക്കിയായിരിക്കും സെലക്ഷൻ. ലാറ്ററൽ എൻട്രി സ്കീം വഴി ചേരുന്നവരാണെങ്കിൽ അവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന കാര്യം മനസ്സിലാക്കുക. എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ നേരിട്ട് ചേരുന്ന 4 വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് 4 വർഷവും പ്രതിവർഷം 50,000 രൂപ സ്കോളർഷിപ്പായിട്ട് ലഭിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ലാറ്ററൽ എൻട്രി സ്കീം വഴി ചേരുന്നെങ്കിൽ അവർക്ക് 3 വർഷമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഡിപ്ലോമ സ്ട്രീമിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമ സ്ട്രീമിൽ നേരിട്ട് ചേരുന്ന കുട്ടികളാണെന്നെങ്കിൽ അവർക്ക് 3 വർഷം സ്കോളർഷിപ്പ് ലഭിക്കും. പ്രതിവർഷം 30,000 രൂപയാണ് സ്കോളർഷിപ്പായിട്ട് ലഭിക്കുക എന്ന പ്രത്യേകതയുണ്ട്. അതോടൊപ്പം ലാറ്ററൽ എൻട്രി സ്കീം വഴി ചേരുന്നവരാണെങ്കിൽ അവർക്ക് 2 വർഷം, രണ്ടാമത്തെ വർഷവും മൂന്നാമത്തെ വർഷവും മാത്രമേ സ്കോളർഷിപ്പ് ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക. ഇതിലേക്ക് അവരുടെ സെലക്ഷൻ അല്ലെങ്കിൽ ലാറ്ററൽ എൻട്രി സ്കീം വഴി ചേർന്ന ഡിപ്ലോമക്കാരുടെ സെലക്ഷൻ 10ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും https://AICTE.go.in/uploads/AICTE എന്ന സൈറ്റിൽ ലഭ്യമാണ്. നിങ്ങൾ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വേണം അപേക്ഷിക്കാനായിട്ടുള്ള എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക. ഇനിയും പറഞ്ഞിരിക്കുന്നത് കൺവെൻഷനായിട്ടുള്ള എഞ്ചിനീയറിംഗ് സ്ട്രീമിൽ പഠിക്കുന്നവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. സിവിൽ എഞ്ചിനീയറിംഗ്, കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, അതുപോലെ അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ്, അതുപോലെ ടെക്സ്റ്റൈൽ ടെക്നോളജി, ഈ ബ്രാഞ്ചുകളിലെ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒന്നാം വർഷം പ്രവേശനം നേടിയവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുന്നത് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 ഫെബ്രുവരി 15 ആണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി വേണം ഇതിലേക്ക് അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കേണ്ട അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം. ഈ അവസരം പരമാവധി വിലപ്പെടുത്തുക. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാകട്ടെ, നല്ലപോലെ സെലക്ഷൻ ലഭിക്കട്ടെ, സ്കോളർഷിപ്പ് പഠിച്ച് നല്ല മിടുക്കരായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.